ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലെ ലാസ്റ്റത്തെ ഡേ ആട്ടോ. ഇന്ന് അഞ്ചാമത്തെ ദിവസമായി ഇന്ന് ഞങ്ങൾ വന്നിട്ട്. സർജറി കഴിഞ്ഞിട്ട് 4ാമത്തെ ദിവസം. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി വന്നു. ഇന്നിപ്പോൾ ഡിസ്ചാർജ് ആവുന്ന ദിവസമായതുകൊണ്ട് കുറച്ച് തിരക്കായിരിക്കും. ഇപ്പോൾ പേപ്പേഴ്സൊക്കെ റെഡിയാക്കലും അതും പിന്നെ അമ്മേൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. സാറ് വരും, പിന്നെ ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാനും അങ്ങനെ ഓരോന്നുണ്ടാവുമല്ലോ, ഓരോ പ്രൊസീജിയേഴ്സൊക്കെ. അമ്മേനെ ഇതാ രാവിലെ തൊട്ടേ ഓരോരുത്തരെ വിളിക്കാൻ തുടങ്ങി. ഇന്ന് ഡിസ്ചാർജ് ഉണ്ടാവുമോ, എപ്പോഴാണ് കഴിയുക, എപ്പോഴാണ് വരിക എന്നൊക്കെ ചോദിച്ചിട്ട്. ഏട്ടനും ഇവും എഴുന്നേറ്റില്ല കേട്ടോ. അവർ രണ്ടാളും നല്ല ഉറക്കമാണ്. ഞാനും ചേച്ചിയും എഴുന്നേറ്റപ്പം തന്നെ പോയി ചായ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞൊരു അമ്മയ്ക്കുള്ള ഫുഡ് എത്തി. ഇന്ന് നൂൽപുട്ടും പിന്നെ കടലക്കറിയും എഗ്ഗും ആയിരുന്നു. പനി കുറഞ്ഞു. എൻ്റെ കുട്ടി വരുന്നതൊക്കെ ചോദിക്കണമെങ്കിൽ പിന്നെ എന്താ അമ്മയ്ക്ക് ചൂട് ചായ വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കാൻ വേണ്ടി പോയതായിരുന്നു. പിന്നെ മെനിയാന്ന് നല്ലോണം ഉറങ്ങി. മറ്റേ അനസ്തേഷ്യ തന്നോണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ മാറി ഉറങ്ങിക്കോടെ. ഇന്നലെ തീരെ ഉറങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ മരുന്ന് തരാൻ തുടങ്ങി. ഇത് ഇവന് ഞാൻ വാങ്ങിച്ച വാച്ചായിരുന്നു കേട്ടോ. ഇവിടുത്തെ ടൗണിൽ ഞാനിപ്പം വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അവിടെ ജോയിൻ ചെയ്തിട്ട് സെക്കൻഡ് ഓഫീസിൽ പോയി വരുമ്പം പുതിയ സ്റ്റാൻഡിൽ നിന്ന് കണ്ടിട്ട് വാങ്ങിച്ചതായിരുന്നത്. ഇവ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഫുൾ സെറ്റപ്പിലാണ് വന്നത്. ഇവൻ്റെ കുറേ കളിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു ബാഗ് ഉണ്ട്, അപ്പം ആ ബാഗിലിട്ടിട്ട് കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇവന് ആവശ്യമുള്ള. അത് വെച്ചിട്ട് അവിടെ വ്ളോഗിങ് ഒക്കെയാണ് നടക്കുന്നത്. ബ്യൂട്ടി വ്ളോഗറാണ്. ഞാനും ചേച്ചി ഇതാ കിടക്കുകയാണ്. ഞങ്ങൾ റെസ്റ്റ് എടുക്കുകയാണ്. അമ്മ നടക്കുകയാണ്. ഞാനിതാ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഇന്ന് സാധാ മീൽസാണ് വാങ്ങിച്ചത്. ഇവിടെ മീൽസൊക്കെ ഫുഡൊക്കെ നല്ലതാട്ടോ. ഇപ്പം മീൽസ് ആണെങ്കിലും ബിരിയാണി ആണെങ്കിലൊക്കെ നല്ലതാണ്. ചായ എനിക്ക് കടികളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. അത് കഴിഞ്ഞ് റൂമിലെത്തിയിട്ട് പിന്നെ അമ്മയ്ക്ക് ഫുഡ് കൊടുത്തു. ഇന്ന് മമ്പയറും പിന്നെ ഉപ്പേരിയും ഒരു വെജിറ്റബിൾ കറിയും അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ പോവാനുള്ള ഒരു ഒരുക്കത്തിലാണ്. കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവൻ്റെയും ഞങ്ങളതും ഒക്കെ. അപ്പോൾ അതൊക്കെ ബാഗിലാക്കണം, ഒക്കെ സെറ്റാക്കണം. ഇപ്പോൾ ഡിസ്ചാർജ് ആവാനായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ പേപ്പേഴ്സും ഇതൊക്കെ കാര്യങ്ങളൊക്കെ റെഡി ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ പോവാം. വീട്ടിലെത്തിയിട്ട് നാളെ മുതൽ വീട്ടിലിപ്പോൾ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടൊരു മെയ്ഡിനെ വെച്ചിട്ടുണ്ട് ഒരു 1 മന്തിലേക്ക്. അപ്പം നാളെ തൊട്ട് അവർ വരും. പിന്നെ അമ്മേനെ കാണാൻ അങ്ങനെ വിസിറ്റേഴ്സൊന്നും പറ്റില്ല. സർജറി ആയതുകൊണ്ട് പെട്ടെന്ന് ഇൻഫെക്ഷനൊക്കെ വരുമല്ലോ. അപ്പം അങ്ങനെ വിസിറ്റേഴ്സിനൊന്നും വരാൻ പറ്റില്ല. അങ്ങനെ എന്താ അവർ അമ്മേൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാൻഡേജും അതൊക്കെ ഊരി മാറ്റി. ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നുമില്ല. വീട്ടിൽ പോവാറായി. അങ്ങനെ എന്താ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഇപ്പം 5 ദിവസമായിട്ട് ഇവിടെ അഡ്മിറ്റായിട്ട്. 5ാമത്തെ ദിവസമാണ് ഇന്ന്. ഞങ്ങളിപ്പോൾ ഇറങ്ങാൻ നല്ല ലേറ്റായിട്ടുണ്ട്. 3 മണിക്കാകുമ്പം ഡിസ്ചാർജ് ആയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോന്ന് റെഡിയാക്കുന്നതും അതൊക്കെ ആയിട്ട് ഡിലേ ആയിട്ട് ഇപ്പം ലേറ്റായി ഇറങ്ങാൻ. ഈ ഹോസ്പിറ്റലിൽ നമുക്ക് വീട്ടിലേക്ക് പോകുമ്പം ഒരു സന്തോഷമായിരിക്കില്ലേ. കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് വീട്ടിലേക്ക് പോകുമ്പം എല്ലാം നല്ലപോലെ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷം. പേരെന്താ? ഇതാണ് കേട്ടോ മെട്രോ ഹോസ്പിറ്റലിൽ. ഈ ഹോസ്പിറ്റലിലായിരുന്നു ഞങ്ങളിപ്പം അഡ്മിറ്റ് ആയത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. വീട്ടിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ വരുമ്പോൾ അച്ഛൻ പുറത്ത് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ വരുന്നത് നോക്കിയിട്ട്. അപ്പം ഈ ഹോസ്പിറ്റൽ വ്ലോഗ് ഇവിടെ തീർന്നു.